ഇന്ന് പൊരി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. മസാലപ്പൊരി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഈ പൊരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചു. അതിലോട്ട് 1 കപ്പ് പൊരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് 1 കപ്പ് പൊരി മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. കയ്യിലെടുത്ത് ഇങ്ങനെ പൊടിച്ചു നോക്കുമ്പോൾ പൊരി ഒന്ന് പൊടിഞ്ഞു വരണം. ആ ഒരു പരുവാവണ വരെ ഒരു 2 മിനിറ്റ് പൊരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊരി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ അതേ പാനിലോട്ട് തന്നെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് തൊണ്ടോടുകൂടി തന്നെ ചതച്ചെടുത്ത 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ അതിലോട്ട് 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി കറിവേപ്പില ഒന്ന് മൊരിഞ്ഞു വരണം. കറിവേപ്പില മൊരിഞ്ഞു വരുന്ന സമയത്ത് അതിലോട്ട് 1 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കണം. ആദ്യമേ വറുത്ത് വെച്ച കപ്പലണ്ടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. അപ്പോൾ കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കപ്പലണ്ടി ഒന്ന് ചൂടായി കിട്ടുന്ന വരെ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ പച്ച കപ്പലണ്ടിയാണ് ഉള്ളതെങ്കിൽ വറുത്തിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ എൻ്റെ കയ്യിലുള്ളത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തത്. കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക് 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് 1-2 സെക്കൻഡും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പൊരി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പൊരി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാലപ്പൊരി റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാലപ്പൊരിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്